ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ വിപ്പിംഗ് ക്രീം വാങ്ങാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് കേക്ക് ഉണ്ടാക്കാതെ ഇരിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കേക്കിനാവശ്യമായ വിപ്പിംഗ് ക്രീം എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാരയും 1/2 ഗ്ലാസ് പാലും 2 ടേബിൾ സ്പൂൺ മൈദ അഥവാ ഓൾ പർപ്പസ് ഫ്ലവറും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് നേരം എടുത്ത് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. മൈദയ്ക്ക് പകരം 2 ടേബിൾ സ്പൂൺ ഗോതമ്പൊടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. റൂം ടെമ്പറേച്ചറിൽ അതിൻ്റെ ചൂട് പോകാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് മറ്റൊരു ബൗൾ എടുത്ത് അതിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്ത് ഫോക്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉപയോഗിക്കുന്ന ബട്ടർ ഒരു 10 മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം. ബട്ടറിന് പകരം ഡാൽഡ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ യൂസ് ചെയ്യാം. ബീറ്റർ ഇല്ലാത്തവർക്കും ഇതൊന്ന് തയ്യാറാക്കി നോക്കണമെന്ന് ആഗ്രഹം കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഫോക്കും സ്പൂണും ഒക്കെ ഉപയോഗിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ ഫോക്ക് ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്തത്. അതിനെക്കാട്ടും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സ്പൂണാണ്. അതുകൊണ്ട് ഞാൻ പിന്നീട് സ്പൂണാണ് ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്തത്. 20 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം ഫ്രീസറിൽ തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ കട്ടയായിട്ടുണ്ട്. കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. ഒരു 10-15 മിനിറ്റ് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. തണുപ്പിക്കുമ്പോൾ പെട്ടെന്ന് ക്രീമി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതൊരു വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ ബട്ടർ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്നും ഓരോ സ്പൂൺ വീതം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മൈദ മിക്സ് നന്നായിട്ട് ചൂടാറി തണുത്തിട്ടുണ്ട്. ഈ മൈദ മിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ഈ ക്രീമിലേക്ക് മിക്സായി കിട്ടും. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് ഫുള്ള് ഓരോ സ്പൂൺ വീതം ആഡ് ചെയ്ത് ഈ ബട്ടർ മിക്സിലേക്ക് യോജിപ്പിച്ച് എടുക്കണം. അങ്ങനെ മൈദ മിക്സ് ഫുള്ള് ഇതിലേക്ക് ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് കോരി നോക്കുമ്പോൾ താഴേക്ക് വീഴാതിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. ഇപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വാനില എസൻസോ കൊക്കോ പൗഡറോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വാനില ഫ്ലേവറായിട്ടുള്ള ഈ ഒരു വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ സൂപ്പറായിട്ട് കടയിൽ നിന്നും വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.